മക്കളെ, ഇന്ന് നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് നോക്കാം. അതായത് നമ്പറൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് സമയം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പൈസേൻ്റെ ആവശ്യമായാലൊക്കെ നമുക്ക് അതായത് കാൽ, അതുപോലെ തന്നെ അര, മുക്കാൽ, അതിനൊക്കെ എന്താണ് പറയുക എന്ന് അറിയില്ല അല്ലേ? അപ്പം അതാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനൊക്കെ എന്ത് പറയും എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാൽ എന്നതിന് പറയുന്നതാണ് സവ. സവ പറഞ്ഞാൽ കാൽ. കാൽ ഭാഗത്തിന് എന്താ പറയുക? സവ. സമയമായാലും കാലിന് പറയുന്നത് സവ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1:15 എന്ന് കരുതുക. അപ്പോൾ ഹിന്ദിയിൽ പറയാ സവ ഏക് ബജെ. 2:15 സവാ ദോ ബജെ. സമയം 2:15. സമയം എത്രയായി? 2:15 എന്ന് പറയുന്നത് എങ്ങനെയാണ്? സവാ ദോ ബജെ. സവാ ദോ ബജെ പറഞ്ഞാൽ 2:15. അപ്പൊ കാൽ ഭാഗത്തിന് പറയുന്ന പേര് പഠിച്ചു, സവ. സവ പറഞ്ഞാൽ കാല്. അരയ്ക്ക് പറയുന്നത് ആധ. അരയ്ക്ക് പറയുന്നത് ആധ. ആധ പറഞ്ഞാൽ പകുതി. അരയ്ക്ക് പറയുന്നത് എന്താണ്? ആധ. അതുപോലെ തന്നെ മുക്കാല്. മുക്കാലിന് പറയുന്നതാണ് പൗനെ. പൗനെ പറഞ്ഞാൽ മുക്കാല്. പൗന പറഞ്ഞാലാണ് എന്ത്? മുക്കാല്. ഇനി നമുക്ക് 1:15. കാലും അരയും മുക്കാലും നമ്മളിവിടെ പറഞ്ഞു പഠിച്ചു അല്ലേ? കാല് പറഞ്ഞ സവ എന്നാണ്, ആധ പറഞ്ഞ പകുതി, അര എന്നാണ്, അതുപോലെ തന്നെ പൗനെ പറഞ്ഞ മുക്കാലാണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 1:15 സവാ ഏക്, സവാ ദോ 2:15, സവാ തീൻ 3:15. അപ്പൊ ഈ സവ ആദ്യം കൊടുത്തിട്ട് എന്ത് എഴുതണം? തീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? 3:15 അല്ലേ? തീൻ പറഞ്ഞ 3ആണ്, സവാ കാല്. അപ്പൊ എത്രയായി? 3:15. സവാ തീൻ 3:15. അങ്ങനെ ഓരോ സംഖ്യയുടെയും കൂടെ സവ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഖ്യയുടെ കാൽ ഭാഗം കിട്ടി. അതായത് 3:15, 4:15, 5:15, അങ്ങനെ അങ്ങനെ കാല് ചേർത്ത് പറയുന്നത് കിട്ടിട്ടോ. 5:15 അപ്പം എന്താ പറയാ? സവാ പാഞ്ച് അല്ലേ? സവാ പാഞ്ച്. 7:15 സവാ സാത്ത്. 8:15 സവാ ആട്ട് അല്ലേ? അങ്ങനെ സവ ചേർത്തിട്ട് പറയാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കാൽ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അര. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1:30ക്കും 2:30ക്കും ടേട്ട് ടായി, ഇത് രണ്ടാണ് പറയാം. 1:30ക്ക് ടേട്ട് എന്ന് പറയും, 2:30ക്ക് ടായി. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിനൊരു മാറ്റവുമില്ല. ഇതിങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇതിങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അതിൻ്റെ രീതി. ഇതാണ് എന്താണ് പഠിക്കേണ്ടത്? 1:30ക്ക് ടേട്ട് എന്നും 2:30ക്ക് ടായി എന്നും പറയണം. 1:30 എന്ന് പറഞ്ഞാൽ ടേട്ട്. ടേട്ട് പറഞ്ഞാൽ 1:30, ടായി 2:30. ഇനി ബാക്കി നമുക്ക് അര. നമ്മൾ നേരത്തെ അരയ്ക്ക് ആധ എന്ന് പഠിച്ചു അല്ലേ? ആധ. ആധ പറഞ്ഞാൽ പകുതി, അര എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ അരയ്ക്ക് ഇതേപോലെ തന്നെ പറയുന്ന മറ്റൊരു പേരുണ്ട്. അര എന്നതിന് സാഡേ. സാഡേ പറഞ്ഞാൽ എന്താണ്? അരയാണ്. സാഡേ തീൻ. സാഡേ തീൻ പറഞ്ഞാൽ 3:30. സാഡേ തീൻ ബജെ പറഞ്ഞാൽ 3:30. സമയം പറയുമ്പോഴാണ് ബജെ എന്ന് നമ്മൾ ചേർക്കുക കേട്ടോ. സാഡേ തീൻ ബജെ സമയത്തിനാണ് നമ്മൾ അപ്പോഴത് ചേർക്കുന്നത്. അപ്പോൾ സമയം എത്രയായി എന്നാണ് വരിക? സമയം 3:30 സാഡേ തീൻ ബജെ എന്ന് പറഞ്ഞാൽ. അടുത്ത 4:30. അതിന് സാഡേ ചേർക്കുക, ചാർ എന്ന് എഴുതുക. സാഡേ ചാർ. സാഡേ പറഞ്ഞ അര. നേരത്തെ നമ്മൾ അരയ്ക്ക് ആധ, പകുതി, ആധ എന്ന് പഠിച്ചു അല്ലേ? ആധ എന്ന് പറഞ്ഞാലും സാഡേ എന്ന് പറഞ്ഞാലും അരയാണ്. പക്ഷെ നമ്മൾ ഈ 3:30, 4:30, 5:30 അതിനോടൊക്കെ പറയുമ്പോൾ സാഡേ എന്നാണ് ചേർക്കുക. അപ്പോൾ സാഡേ തീൻ 3:30, സാഡേ ചാർ 4:30, സാഡേ പാഞ്ച് 5:30. ഓക്കെ, ഇനി അടുത്തത് മുക്കാലാണ്. മുക്കാലാണ് വരുന്നത്. മുക്കാലിൻ്റെത് പൗനെ പാഞ്ചിൻ്റെ ചാക്കി വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് തെറ്റാണ്. പാഞ്ച് എന്നുള്ള ഇത് തെറ്റാണ്. ശരിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 1:15 നോക്കാം. പൗനെ ധോ. പൗനെ ധോ. അതുപോലെ തന്നെ 2:15 പൗനെ തീൻ. പൗനെ തീൻ. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ദോ എന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞത്? ദോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏക്കല്ലേ? 1:15 അല്ലേ? 1:15 ആകുമ്പോൾ എന്തിനാ അവിടെ ദോ പറഞ്ഞത് അല്ലേ? അപ്പം പൗനെ ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ നിന്നും
കാൽ ഭാഗം കുറഞ്ഞത് എന്നാണ്. അതായത് പൗനെ ചേർക്കുമ്പോൾ 2 കാല് കുറയാണ് ചെയ്യുക. അപ്പോൾ 1.25 അങ്ങനെയാണ് വരിക. ഓക്കെ, പൗനെ ദോ, അതുകൊണ്ടാണ് പൗനെ ദോ എന്ന് ചേർക്കുന്നത്. ദോക്ക് പൗനെ ദോ ചേർത്താലാണ് 1.25 കിട്ടുക. അപ്പം 4.25 ആണെങ്കിൽ പൗനെ 4 ചേർക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 3/4 ഭാഗമാണ് പറയുന്നതെങ്കിൽ പൗനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംഖ്യയാണോ വേണ്ടത് അതിനേക്കാൾ ഒന്ന് കൂട്ടിയിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട്. 2.25 ആണെങ്കിൽ പൗനെ തീൻ എന്ന് പറയണം. 2.25 ആണെങ്കിൽ പൗനെ തീൻ എന്ന് പറയണം. 2നേക്കാൾ കൂടുതൽ ഒന്ന് കൂട്ടിയിട്ട് ദോ പറയാതെ തീൻ പറയാ. പൗനെ തീൻ എന്ന് പറയാ. 3.25 ആണ് വേണ്ടതെങ്കിൽ പൗനെ 4 എന്ന് പറയാ. 4.25 ആണെങ്കിൽ പൗനെ 5 എന്ന് പറയാ. 5.25 ആണെങ്കിൽ പൗനെ 6. 7.25 ആണെങ്കിൽ പൗനെ 8. ഓക്കെ, ഓരോന്ന് കൂട്ടിയിട്ട് പറയാം. പൗനെ വരുമ്പോൾ പൗനെ മുക്കാൽ വരുമ്പം പൗനെ ദോ എന്ന് പറഞ്ഞാൽ 1.25. പൗനെ തീൻ എന്ന് പറയുമ്പോൾ കുറവാണ് നമ്മളെ മനസ്സിൽ വരേണ്ടത്. പൗനെ തീൻ പറയുമ്പോൾ 2.25 ആണ്. പൗനെ 4 എന്ന് പറഞ്ഞാൽ 3.25. പൗനെ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4.25. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഇന്ന് നോക്കിയ കാര്യം. നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. അതൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന കാര്യമാണ്. ഇതവിടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ ഇത് പ്രയോഗിക്കേണ്ടത്, എപ്പോഴാണ് ആവശ്യം വരുന്നത്, ആ സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ആദ്യം മുതൽ നമുക്ക് നോക്കാം. സവ എന്ന് പറഞ്ഞാൽ കാൽ, ആധ അര, പൗനെ മുക്കാൽ, സവാ ഏക്ക് 1.25, സവാ ദോ 2.25, സവാ തീൻ 3.25. ടേട്ട് എന്ന് പറഞ്ഞാൽ 1.5, ടായി 2.5. ഇതിങ്ങനെ തന്നെ പഠിക്കുക. ടേട്ട് 1.5 എന്നും ടായി പറഞ്ഞ 2.5 എന്നുമാണ്. ഓക്കെ, 3.5 3.5, 4.5 4.5, 5.5 5.5, പൗനെ ദോ 1.25, പൗനെ തീൻ 2.25, പൗനെ 4 3.25, പൗനെ 5 4.25. ഓക്കെ,